അഞ്ചാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ യൂണിറ്റായ നമ്പർ വേൾഡ് ആണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് 1089 എന്ന മാജിക് നമ്പറിനെ കുറിച്ച് പഠിക്കാം. എല്ലാ കൂട്ടുകാർക്കും ചെയ്തു നോക്കാവുന്ന ഒരു മാജിക്കാണിത്. ടേക്ക് എനി 3 ഡിജിറ്റ് നമ്പർ, ഏതെങ്കിലും ഒരു 3 അക്ക സംഖ്യ എടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 123 ആണ്. 123. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള സംഖ്യ എടുക്കാം. നൗ റിവേഴ്സ് ദ ഡിജിറ്റ്സ്. ആ സംഖ്യയിലെ അക്കങ്ങൾ തിരിച്ചെഴുതുക. 123 എന്നത് തിരിച്ചെഴുതിയപ്പോൾ 321 ആണ് നമുക്ക് കിട്ടിയത്. 321. നൗ സബ്ട്രാക്ട് ദ സ്മാളർ ഫ്രം ദി ലാർജർ വൺ. ഇനി ഇതിലെ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുക. ഏതാണ് ഇതിലെ വലിയ സംഖ്യ? 321 ആണ് അല്ലേ? ഏതാണ് ചെറിയ സംഖ്യ? 123. വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുക. അതായത് 321 നിന്നും 123 കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് 198 എന്ന ഉത്തരം കിട്ടും. 198. റിവേഴ്സ് ദ ഡിജിറ്റ്സ് ആൻഡ് ആഡ്. ഇപ്പോൾ കിട്ടിയ സംഖ്യയെയും നമ്മൾ തിരിച്ചെഴുതണം. 198 എന്ന് നമ്മൾ തിരിച്ചെഴുതുമ്പോൾ 891 എന്ന് കിട്ടും. എന്നിട്ട് ഇവ തമ്മിൽ കൂട്ടണം. 198 പ്ലസ് 891. എത്രയാണ് നമുക്ക് ഉത്തരം കിട്ടിയത്? 1089. 1089. നമ്മൾ ആദ്യം ഒരു മാജിക് നമ്പറിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആ മാജിക് നമ്പറാണിത്. എന്താണ് ഇതിലെ മാജിക്? നമുക്ക് മറ്റൊരു സംഖ്യ എടുത്തു നോക്കാം. 567. 567. ഇനി നമ്മൾ എന്തു ചെയ്യണം? ഇത് തിരിച്ചെഴുതണം. 567നെ തിരിച്ചെഴുതുമ്പോൾ 765 എന്ന് കിട്ടും. 765. ഇനി എന്താണ് ചെയ്യേണ്ടത്? വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കണം അല്ലേ? അതായത് 765 നിന്നും 567 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 198 എന്ന് ഉത്തരം കിട്ടും. 198. ഈ സംഖ്യയെയും നമ്മൾ തിരിച്ചെഴുതണം. 198നെ തിരിച്ചെഴുതിയാൽ എന്ത് കിട്ടും? 891. ഇനി ഇവ തമ്മിൽ കൂട്ടണം. ഇവ തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുക? ഉത്തരം കൂട്ടുകാർക്ക് അറിയാമല്ലേ? ശരിയാണ്. നമുക്ക് വീണ്ടും നമ്മുടെ മാജിക് നമ്പർ തന്നെ കിട്ടി. 1089. 1089. ഏത് 3 അക്ക സംഖ്യ എടുത്താലും നമ്മുടെ മാന്ത്രിക സംഖ്യയിൽ എത്തിച്ചേരാൻ പറ്റുമോ? നമുക്ക് മറ്റൊരു സംഖ്യ എടുത്തു നോക്കാം. 894. അതിനെ തിരിച്ചെഴുതുമ്പോൾ 498. ഇതിൽ വലിയ സംഖ്യ ഏതാണ്? 894 ആണ്. അതിൽ നിന്നും ചെറിയ സംഖ്യയായ 498 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 396 എന്നുത്തരം കിട്ടും. ഇതിനെ വീണ്ടും തിരിച്ചെഴുതണം. അപ്പോൾ എത്ര കിട്ടും? 693 എന്ന് കിട്ടും. ഇവ തമ്മിൽ കൂട്ടുമ്പോൾ വീണ്ടും അതാ നമ്മുടെ മാന്ത്രിക സംഖ്യയിലെത്തി. 1089. 1089. മാജിക് ഓഫ് 1089. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? ടേക്ക് എനി 3 ഡിജിറ്റ് നമ്പർ, ഏതെങ്കിലും ഒരു 3 അക്ക സംഖ്യ എടുക്കുക. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ്സ് ഷുഡ് ബി ഡിഫറെൻറ്റ്. ആദ്യത്തെയും അവസാനത്തെയും അക്കങ്ങൾ വ്യത്യസ്തമായിരിക്കണം. റിവേഴ്സ് ദ ഡിജിറ്റ്സ് ആൻഡ് സബ്ട്രാക്ട് ദ സ്മാളർ ഫ്രം ദ ലാർജർ വൺ. ഈ സംഖ്യയെ തിരിച്ചെഴുതുക. എന്നിട്ട് വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുക. റിവേഴ്സ് ദ ഡിജിറ്റ്സ് ആൻഡ് ആഡ് ടു ദ റിസൾട്ട്. അപ്പോൾ കിട്ടിയ ഉത്തരത്തെ വീണ്ടും തിരിച്ചെഴുതുക. എന്നിട്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുക. ആൻസർ വിൽ ബി 1089. ഉത്തരം 1089 ആയിരിക്കും. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതൊരു 3 അക്ക സംഖ്യ വെച്ചും ഈ ക്രിയ ചെയ്തു നോക്കുമല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ പറയാം. 3 അക്ക സംഖ്യ തിരഞ്ഞെടുക്കുമ്പോൾ
ആദ്യത്തെയും അവസാനത്തെയും അക്കങ്ങൾ വ്യത്യസ്തമായിരിക്കണം എന്ന് പറഞ്ഞല്ലോ. എന്താണ് അതിന് കാരണം? നമുക്കൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഉദാഹരണത്തിന് 343 എന്ന ഒരു സംഖ്യ എടുക്കാം. ഇതിൽ ആദ്യത്തെയും അവസാനത്തെയും അക്കങ്ങൾ തുല്യമാണ് അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ചിടുമ്പോഴോ വീണ്ടും നമുക്ക് 343 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇതിൽ വലിയ സംഖ്യ ചെറിയ സംഖ്യ എന്നൊന്നുമില്ല, രണ്ടു സംഖ്യയും തുല്യമാണ്. അപ്പോൾ അതിൽ ഒരു സംഖ്യയിൽ നിന്നും മറ്റൊന്ന് കുറയ്ക്കുമ്പോഴോ നമുക്ക് 0 കിട്ടുന്നത്. നമുക്ക് നമ്മുടെ മാജിക് നമ്പറിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് 3 അക്ക സംഖ്യ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യത്തെയും അവസാനത്തെയും അക്കങ്ങൾ വ്യത്യസ്തമായിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, നമുക്ക് മറ്റൊരു സംഖ്യ എടുക്കാം, 564. ഇതിനെ നമുക്ക് തിരിച്ചെഴുതാം. അപ്പോൾ 465. വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കണം. അപ്പോൾ 564 നിന്നും 465 കുറയ്ക്കാം. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 99 എന്നാണ് ഉത്തരം കിട്ടുന്നത്. അതിനെ തിരിച്ചെഴുതിയാലോ 99 തന്നെ കിട്ടും. ഇവ തമ്മിൽ കൂട്ടി നോക്കാം. അപ്പോൾ എത്രയാണ് കിട്ടുക? 198 എന്നാണ് ഉത്തരം കിട്ടുന്നത്. നമ്മുടെ മാന്ത്രിക സംഖ്യയിൽ നമ്മൾ എത്തിച്ചേർന്നില്ല. എന്താണ് ഇവിടെ നമുക്ക് പറ്റിയ കുഴപ്പം? മാന്ത്രിക സംഖ്യയിൽ എത്തിച്ചേരാൻ നമുക്ക് എപ്പോഴും ഒരു 3 അക്ക സംഖ്യ വേണം. 564 നിന്നും 465 കുറച്ചപ്പോൾ നമുക്ക് 99 ആണല്ലോ കിട്ടിയത്. ഇതൊരു 2 അക്ക സംഖ്യയാണ്. അതിനെ ഒരു 3 അക്ക സംഖ്യയാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 100ന്റെ സ്ഥാനത്ത് ഒരു 0 കൂടെ ചേർത്താൽ മതി അല്ലേ? ഇനി അതിനെ ഒന്ന് തിരിച്ചെഴുതി നോക്കൂ. അപ്പോൾ എത്ര കിട്ടും? 990 എന്ന് കിട്ടും. ഇനി ഇവ തമ്മിൽ കൂട്ടിയാലോ? അപ്പോൾ നമ്മൾ നമ്മുടെ മാജിക് നമ്പറിൽ എത്തിച്ചേർന്നു, 1089, 1089. മാന്ത്രിക സംഖ്യയുടെ ക്രിയകൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ 2 കാര്യങ്ങളും ഓർത്തിരിക്കണം. ഇത് മാത്രമാണോ 1089ന്റെ മാജിക്? അല്ല. നമുക്ക് 1089ന്റെ ഗുണനപ്പട്ടിക അഥവാ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് നോക്കാം. 1089 × 1 1089, 1089 × 2 2178, 1089 × 3 3267. അങ്ങനെ 9 വരെയുള്ള ഗുണനപ്പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഉത്തരങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ഉത്തരങ്ങൾക്കെല്ലാം ഒരു കൃത്യമായ പാറ്റേൺ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾക്കും 10ന്റെ സ്ഥാനത്തെ അക്കങ്ങൾക്കും 100ന്റെ സ്ഥാനത്തെ അക്കങ്ങൾക്കും 1000ന്റെ സ്ഥാനത്തെ അക്കങ്ങൾക്കും എല്ലാം ഒരു കൃത്യമായ പാറ്റേൺ നമുക്കിവിടെ കാണാം. ഇനി 1089ന്റെ മറ്റൊരു മാജിക് നോക്കാം. 1089ന്റെ ഗുണനപ്പട്ടിക 1 മുതൽ 5 വരെ ക്രമമായി എഴുതുക. അതിനടുത്തായി 1089ന്റെ ഗുണനപ്പട്ടിക 9 മുതൽ 5 വരെ താഴേക്ക് എന്ന ക്രമത്തിൽ ഒന്നുകൂടി എഴുതുക. ഇനി ഉത്തരങ്ങളിലേക്ക് നോക്കൂ. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 1089നെ 1 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരം തിരിച്ചെഴുതിയതാണ് 1089നെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരം അല്ലേ? ഇനി മറ്റുത്തരങ്ങൾ നോക്കൂ. അവയും ഇതുപോലെ തിരിച്ചെഴുതിയതാണ് എന്ന് നമുക്ക് കാണാം. ഇനി നമുക്ക് മറ്റൊരു മാജിക് നോക്കാം. ഈ ഗുണന പട്ടികയിലെ ഉത്തരങ്ങളിലെ 2 അക്കങ്ങൾ വീതം കൂട്ടി നോക്കാം. അതായത് 10 + 89, 21 + 78, 32 + 67, അങ്ങനെ എപ്പോഴും നമുക്ക് 99 എന്ന് തന്നെ ഉത്തരം കിട്ടുന്നതായി കാണാം. 1089നെ 9 വരെയുള്ള അക്കങ്ങൾ കൊണ്ട് ഗുണിക്കുന്നതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമുക്ക് 1089നെ 10 കൊണ്ട് ഗുണിച്ചു നോക്കാം. എങ്ങനെയാണ് ഒരു സംഖ്യയെ 10 കൊണ്ട് എളുപ്പത്തിൽ ഗുണിക്കുക? ആ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് ഒരു 0 ചേർത്താൽ മതി അല്ലേ? 1089നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 10890 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി എങ്ങനെയാണ് 1089നെ 11 കൊണ്ട് എളുപ്പത്തിൽ ഗുണിക്കുക? 1089നെ 10 കൊണ്ട് ഗുണിച്ച സംഖ്യയുടെ കൂടെ 1089നെ 1 കൊണ്ട് ഗുണിച്ച സംഖ്യ കൂട്ടിയാൽ മതി.
1089നെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ 10890 എന്ന് കിട്ടി. 1089നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1089 എന്ന് തന്നെയാണ് കിട്ടുന്നത്. ഇവ തമ്മിൽ കൂട്ടുമ്പോൾ 11979 എന്ന് നമുക്ക് കിട്ടും. ഇതേ രീതിയിൽ 1089നെ നമുക്ക് 12 കൊണ്ടും ഗുണിക്കാം. 1089നെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ സംഖ്യയുടെ കൂടെ 1089നെ 2 കൊണ്ട് ഗുണിച്ച സംഖ്യ കൂട്ടിയാൽ മതി. ഈ രണ്ട് സംഖ്യകളും നമുക്കറിയാം. ഇവ തമ്മിൽ കൂട്ടുമ്പോൾ 13068 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇങ്ങനെ 11 മുതൽ 19 വരെയുള്ള സംഖ്യകൾ കൊണ്ട് 1089നെ ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരങ്ങളുടെ പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിലും നമുക്ക് ചില പാറ്റേണുകൾ കാണാം. ഇവിടെ അടയാളപ്പെടുത്തിയത് കൂടാതെ വേറെയും ചില പാറ്റേണുകൾ കൂട്ടുകാർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. 1089നെ 111, 112, 113 എന്നീ ക്രമത്തിലും 111, 222, 333 എന്നീ ക്രമത്തിലും ഉള്ള സംഖ്യകൾ കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ രണ്ട് ഉദാഹരണങ്ങളിലും കൃത്യമായ ചില പാറ്റേണുകൾ കൂട്ടുകാർക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ കണ്ട പാറ്റേണുകൾ കൂടാതെ ഇരട്ട സംഖ്യകളുടെയും ഒറ്റ സംഖ്യകളുടെയും, അതായത് ഈവൺ നമ്പേഴ്സിൻ്റെയും ഓഡ് നമ്പേഴ്സിൻ്റെയും പാറ്റേണുകൾ കൂടി നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? ഇങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഒരു സംഖ്യയാണ് നമ്മുടെ മാജിക് നമ്പറായ 1089. മാജിക് നമ്പറിനെ കുറിച്ച് എല്ലാ കൂട്ടുകാർക്കും കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.